വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 32 അധ്യായം 13 വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: അവനെ ജയിക്കും എന്ന് നിങ്ങൾ പറയരുത് എന്നുള്ള വാക്കുകളാണ്. അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിക്കുന്ന, ദൈവം കൂടെയുള്ള ഒരു മനുഷ്യനെയും ശത്രുവിന് ജയിപ്പാൻ കഴിയില്ല എന്ന് തിരുവചനം നമ്മെ ആഴമായി ഓർപ്പിക്കുന്നുണ്ട്. ശമൂവേലിന് എഴുതിയ 1 പുസ്തകം 17 അധ്യായത്തിൽ വരുമ്പോൾ ദാവീദ് ദൈവത്തോടു കൂടെ വസിക്കുകയും ഫെലിസ്ത്യ പ്രഭുവായ ഗോലിയാത്ത് ദൈവത്തിൻ്റെ ദാസനായ ദാവീദിന് ശത്രുവായി നിൽക്കുകയും ചെയ്യുന്ന ചരിത്രമുണ്ട്. അവിടെ ദാവീദിനെ ജയിക്കുവാൻ ഫെലിസ്ത്യ പ്രഭുവിന് കഴിഞ്ഞില്ല എന്ന് വായിക്കുമ്പോൾ നാം ഗ്രഹിക്കേണ്ടത്, ദാവീദിൻ്റെ പൊക്കമോ വണ്ണമോ കഴിവോ പ്രാപ്തിയോ യുദ്ധ അഭ്യാസമോ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളോ അല്ല ശത്രുവിൻ്റെ മുമ്പിൽ തനിക്ക് ജയിപ്പാനും ശത്രു പരാജയപ്പെടുവാനും കാരണം. അത്യുന്നതനായ ദൈവം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ തന്ത്രങ്ങൾ മെനയുകയും തൻ്റെ വീട്ടുമുറ്റത്ത് ദൈവത്തിൻ്റെ ദാസനായ മൊർദെഖായിയെ തൂക്കിക്കളയേണ്ടതിന് ഒരു കഴുമരമൊരുക്കുകയും ചെയ്തിട്ട് മൊർദെഖായിയെ കൊണ്ടുവരുവാൻ പോയെങ്കിലും ഹാമാൻ പരാജയപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ ഭാര്യ തന്നോട് പറയുന്ന ഒരു പദം തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത്, അവൻ ഒരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കയില്ല എന്ന് പറയുന്ന ആഴമായ വാക്കുകളാണ്. അവിടെയും ഹാമാൻ്റെ ഭാര്യ ഹാമാനോട് പറയുന്ന വാക്കിൻ്റെ ആഴം, യഹൂദൻ എന്ന വാക്കുകൊണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ ജനം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്തോടു കൂടെ വസിക്കുന്നവർ, അവരെ തോൽപ്പിച്ച് കളയുവാൻ, അവരെ പരാജയപ്പെടുത്തി കളയുവാൻ ആർക്കും കഴിയില്ലെന്ന് ഹാമാൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ തെളിവായി നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയില്ലെന്നുകൂടി ഹാമാൻ്റെ ഭാര്യയുടെ വാക്കുകളിൽ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുമുണ്ട്. ഈ വചനങ്ങളൊക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നാം ദൈവത്തോടു കൂടെ വസിക്കുന്നു എങ്കിൽ നമ്മെ ജയിക്കുവാൻ, നമ്മെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിനെ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ള വാക്കുകളാണ്. ആകയാൽ ദാവീദിനെപ്പോലെ മൊർദെഖായിയെപ്പോലെ ദൈവത്തോടു കൂടെ നമുക്ക് വസിപ്പാനും നമ്മുടെ എതിരാളിയാകുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും വിടുവിക്കപ്പെട്ടിട്ട് ജയാളിയായി നിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നാം തീരേണ്ടതിന് നമുക്ക് ദൈവത്തോടു കൂടെ വസിപ്പാൻ ഉത്സാഹിക്കാം. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിനോട് കൂടെ വസിപ്പാനും ആ തലത്തിൽ ശത്രുക്കളുടെ മുൻപിൽ ജയാളികളായി തീരുവാനും ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.